നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്തായാലും നമ്മൾ ഒറ്റ മനസ്സോടു കൂടി ഈ കേസിലേക്ക് കടക്കും. ഈ കേസിന്റെ വിജയം എനിക്ക് പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് പൂജ പറഞ്ഞിട്ട് വാദിക്കുന്ന കേസാണ്. ഓക്കേ സർ. ഹലോ വസന്തേട്ടാ. നീ വീട്ടിലല്ലേ? പിന്നെ വീട്ടിലല്ലാതെ ഈ 4 ചുവരിന്റെ അകത്ത് കിടന്ന് ഞാൻ തീരും. വസന്തേട്ടന് ഇപ്പൊ ഒഴിവെന്ന് പറയുന്നില്ലല്ലോ. ഒക്കെ പൂജ കാരണം. അവളല്ലേ വസന്തേട്ടനെ പിടിച്ചു വിശ്വാസ സാറിനെ ഏൽപ്പിച്ചത്. അങ്ങനെ ഏൽപ്പിച്ചതുകൊണ്ടാ ഇവിടത്തെ ചൂട് വാർത്തകൾ അറിയാൻ പറ്റുന്നത്. ഞാനൊരു പ്രധാന വാർത്ത പറയാനാ വിളിച്ചത്. എന്താ വസന്തേട്ടാ? എന്ത് വാർത്തയാ? ആ പ്രിയയില്ലേ, അവക്ക് ജാമ്യം കിട്ടി. അവള് ജയിലിൽ നിന്ന് ഇറങ്ങി. ഹലോ ഹലോ മധു. ആര് ജയിലിൽ നിന്ന് ഇറങ്ങിന്ന്? പ്രിയ. എന്നിട്ട് അവളിപ്പോ ഇവിടെ സ്നേഹസദനിലുണ്ട്. അവളിനി ഇവിടെയാ താമസിക്കുന്നത്. അങ്ങനെയാണല്ലേ. വസന്തേട്ടൻ ഫോൺ കട്ട് ചെയ്യും. ശരി. എടി പ്രിയേ, നീ വീണ്ടും ഇവിടെ പറ്റിക്കൂടാൻ നോക്കല്ലേ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കാൻ പോകുന്നില്ലടേ. അമ്മ മതി അമ്മ. വാ തുറക്ക്. മതി അമ്മ, മതി മതി. പോരാ, ഇത് മുഴുവൻ കഴിക്കണം അല്ലേ അമ്മേ? അതെ. പ്രസവരക്ഷയല്ല, പ്രസവാനന്തര രക്ഷയാണ് സ്ത്രീകൾക്ക് പ്രധാനം. 10 മാസം അനുഭവിച്ച പീഡകളിൽ നിന്നൊക്കെ ശരീരത്തെ പഴയതുപോലെ ശക്തിപ്പെടുത്തണം. ദേഹം ഒന്ന് പുഷ്ടിപ്പെടണം. മോളെ, ഈ സമയത്ത് കിട്ടുന്ന ഒന്നും വിട്ടുകളയരുത്. കുറച്ചു കഴിഞ്ഞാ ഈ ഒരു ശ്രദ്ധയൊന്നും വീട്ടുകാർ കാണിച്ചു എന്ന് വരില്ല. ഇത് കഴിച്ചതിന് ശേഷം അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം കൂടി കഴിക്കണം. അതെ, കുടുംബത്തിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി പ്രത്യേകം പൂജ ചെയ്ത പ്രസാദ. അമ്മേ, എന്താ മധു? നീ കാര്യം പറ മധു. പറയാം. പ്രിയ ജയിലിൽ നിന്ന് ഇറങ്ങി. പ്രിയ ജയിലിൽ നിന്ന് ഇറങ്ങിന്നോ? അത് കാലാവധി കഴിഞ്ഞില്ലല്ലോ. അമ്മ, അവള് വിചാരണ തടവുകാരിയല്ലേ. ശിക്ഷ വിധിച്ചിട്ടില്ലല്ലോ. വിചാരണ തടവുകാർക്ക് ജാമ്യം കിട്ടും. ജയിലിൽ നിന്ന് ഇറങ്ങിയത് പോട്ടെ, അവളിപ്പോ താമസിക്കുന്ന എവിടെയാണെന്നറിയോ? എവിടെയാ മോളെ? സ്നേഹസദനത്തില്. പൂജയുടെ കാണപ്പെട്ട ദൈവം വിശ്വനാഥൻ സാറ് അവളെ സ്നേഹസദനത്തിൽ കയറ്റി താമസിപ്പിച്ച് കഴിഞ്ഞു. ഇല്ല, ഒരിക്കലും ഇല്ല. അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമ്മുടെ കുടുംബത്തെയും സ്നേഹസദനത്തെയൊക്കെ വഞ്ചിച്ചവളാ അവള്. ക്രിമിനൽ. എന്ത് ചെയ്യാൻ മടിയില്ലാത്തവളാ. അവളെ അച്ഛൻ അവിടെ താമസിപ്പിച്ചെന്നോ? ഇത് ഞാൻ വിശ്വസിക്കില്ല. ആന്റി ആരോ പറ്റിച്ചതാ. എന്നെ ആരും പറ്റിച്ചില്ല. പക്ഷെ നമ്മളെ എല്ലാരും കൂടി മൊത്തത്തിലങ്ങ് പറ്റിച്ചു. ആ പറ്റിച്ചത് വേറെ ആരുമല്ല, മാന്യശ്രീ വിശ്വനാഥൻ അദ്ദേഹം. വസന്തേണ്ണ ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. അവള് ജാമ്യത്തിലിറങ്ങി നേരെ ചെന്നത് സ്നേഹസദനത്തിലേക്കാ, വിശ്വനാഥൻ സാറിന്റെ മുന്നില്. കരഞ്ഞ കാല് പിടിച്ചു. ആദ്യകാല മോളല്ലേ, അങ്ങേരുടെ മനസ്സലിഞ്ഞു. അകത്ത് കയറ്റുകയും ചെയ്തു. ഒരു വിച്ചനാജൻ ചാറും. അമ്മേ, അച്ഛമ്മേ, ഞാൻ ഇപ്പൊ തന്നെ സ്നേഹസദനത്തിലേക്ക് പോവാ. ആന്റി പറഞ്ഞതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിക്കും. ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരും. അല്ല മോളെ, മോളെ നില്ല്.
വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാ. എടുത്തിയാട്ടമല്ല, ചിന്തിച്ചുള്ള തീരുമാനമാ വേണ്ടത്. ഒരു വലിയ ദുഷ്ടയോടാ മോൾ ഇടപെടേണ്ടത്. ഇപ്പൊ ആരും അങ്ങോട്ട് പോവുകയോ വിളിക്കുകയോ വേണ്ട. അർജുൻ വരട്ടെ, അർജുനോട് കാര്യങ്ങൾ പറയാം. അവൻ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. അതെ മോളെ, മോളിപ്പോ അങ്ങോട്ട് പോകണ്ട. അർജുൻ മോൻ ശരിയായ രീതിയിൽ തീരുമാനമെടുക്കും. ഇല്ല കനകേച്ചി, എനിക്കിത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ എങ്ങനെ അവക്ക് മാപ്പ് കൊടുക്കാൻ തോന്നി? അവളോടല്ല, അച്ഛനോടാ സംസാരിക്കേണ്ടത്. ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ പോവാ. മോളെ വേണ്ട, അവൻ വരട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. മോൾ ഒറ്റയ്ക്കല്ല ചോദ്യം ചെയ്യേണ്ടത്, ഞങ്ങളും ഉണ്ട് ചോദിക്കാൻ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ. അന്ന് ജോത്സ്യൻ ജാതകം നോക്കി പറഞ്ഞില്ലേ കുടുംബത്തിൽ കുഴപ്പങ്ങൾ വരുന്നു. ഒക്കെ സത്യമാവുകയാ. എന്തോ അനർത്ഥങ്ങൾ കുടുംബത്തിന് മുകളിൽ ചിറക് വിരിക്കുന്നു എനിക്കൊരു സംശയം. ഈശ്വരാ, ചേച്ചി, കുഞ്ഞിനെ ഞാനൊന്ന് എടുത്തോട്ടെ. അല്ല, അത് പേടിയാണോ? അതല്ല, കുഞ്ഞിന് പരിചയമില്ലാത്ത ആളാകുമ്പോഴേ ചിലപ്പോ കരയും. അതാ. ഞാൻ പഴയ പ്രിയ അല്ല ചേച്ചി. എന്നെ സ്നേഹിക്കണ്ട, വലിയ അടുപ്പവും കാണിക്കണ്ട. എന്നെ അകറ്റി നിർത്താണ്ടിരുന്നാ മതി. എനിക്കറിയാം, ഒരിക്കൽ ജയിലിൽ കയറിയ മറ്റുള്ളവർക്ക് അവള് ജീവിതാവസാനം വരെയും കുറ്റവാളിയായിരിക്കും. എടുത്തോളൂ. മോൾക്ക് പ്രിയെ അങ്ങ് ഇഷ്ടമായി അല്ലേ? പ്രിയക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം നന്നായി വരുന്നു തന്നെ എൻ്റെ മനസ്സ് പറയുന്നത്. ആ, ഞാനൊന്ന് ബാങ്ക് വരെ പോയിട്ട് വരാം. ആ പ്രിയ മോളെ, അച്ഛൻ ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. അരമണിക്കൂർ, അതിനുള്ളിൽ ഇങ്ങെത്തും. ശരി. എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം. എനിക്കും എന്തൊക്കെയോ പേടി തോന്നുന്നു. ആഹാ, എല്ലാരും ഇവിടെ തന്നെ ഉണ്ടോ? ദേ, മോൾക്ക് ഞാൻ കുറച്ച് കളിപ്പാട്ടം വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കി. എന്താ, എന്ത് പറ്റി? എല്ലാവരുടെ മുഖത്തൊരു വാട്ടം. ചേട്ടാ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ എന്താ കാര്യം? മോനെ, വിഷയം ഒരല്പം പ്രശ്നമുള്ളതാ. വളരെ ശ്രദ്ധിച്ചു വേണം തീരുമാനം എടുക്കാൻ. ഇതിങ്ങനെ വിശദീകരിച്ച് നിൽക്കൊന്നും വേണ്ട. കാര്യം ഞാൻ പറയാം. അർജുൻ, പ്രിയ ജയിലിൽ നിന്ന് ഇറങ്ങി. പ്രിയക്ക് ജാമ്യം കിട്ടി. വക്കീലും പോലീസുകാരും ഒക്കെ കണ്ണും മിഴിച്ച് കാത്തിരുന്നിട്ടും അവക്ക് ജാമ്യം കിട്ടി. ബാക്കിയോടെ കേക്ക്.
സ്നേഹസദനിലെ വിശ്വനാഥൻ പ്രിയയെ സ്നേഹസദനിൽ താമസിപ്പിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചു. പൂജ സത്യമാണോ കേൾക്കുന്നേ? വസന്തനങ്ങള് മധുവിന്റെ വിളിച്ചു പറഞ്ഞതാ. അപ്പൊ അച്ഛമ്മയെ പറഞ്ഞ് അജുവേട്ടൻ വന്നിട്ട് തീരുമാനിക്കാന്ന്. അർജുൻ, നമുക്ക് ശക്തമായി ഇടപെടണം. ആ പ്രിയ അവിടുന്ന് ഓടിക്കണം. അവളെ ജയിലിലാക്കി പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം. മക്കള് കളിച്ചോ? അമ്മനെ പറഞ്ഞോ? ആ അങ്ങളെ പ്രിയ അങ്ങോട്ട് വന്നോ? ആ വന്നിട്ടുണ്ട്. വിശ്വനാഥ് സാറ് അവൾക്കവിടെ അഭയം കൊടുത്തോ? ആ അഭയം കൊടുത്തു.